സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ്. 2022-23 നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കറിയാം 1.5 മണിക്കൂറാണ് എക്സാം ടൈം. 40 മാർക്കിൻ്റെ എക്സാമാണ് നമ്മൾ എഴുതുന്നത്. 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ടാകും. പിന്നെ ഓരോ പാഠത്തിൻ്റെയും പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ ഈ ടേമിലേക്ക് നോക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റർ ഗാന്ധിജി കൈസേ ബനെ, അതുപോലെ തന്നെ ദീപ് ജലാവോ എന്ന് പറയുന്ന കവിത, നംഗേ പൈർ എന്ന് പറയുന്ന കഹാനി, തൂഫാനോ കി ഓർ ഗുമാധോ നാവിക് എന്ന് പറയുന്ന പാഠവും, അകാൽമേൻ സാരസ് എന്ന് പറയുന്ന കവിത. ഇത്രയും പാഠഭാഗങ്ങൾ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ജിസ് ഗലീമേ മേ രഹ്താ ഹൂം എന്ന് പറയുന്ന പാഠവും. ഫസ്റ്റത്തെ സൂചന നമുക്ക് നോക്കാം. ഗാന്ധിജി കൈസേ ബനെ लेख का यह अंश पढ़ें और 1 से 4 तक के प्रश्नों के उत्तर लिखिए. ഗാന്ധിജി കൈസേ ബനെ എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അത് നോക്കി 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ പാരഗ്രാഫിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ദർ അസൽ ഇൻ സബ്കെ പീछे कोई सनक नहीं बल्कि गांधी की यह सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपको फिजूल खर्ची और दिखावा नहीं करना चाहिए. अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए और सादगी का महत्व समझना चाहिए. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് പോലെ തന്നെ സർവനാമത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. സഹി വികൽപ്പ് ചുൻകർ ലിഗേം. വഹ് പ്ലസ് കെ ഉസേ, വഹ് പ്ലസ് കോ ഉസേ, വഹ് പ്ലസ് കാ ഉസേ, വഹ് പ്ലസ് കി ഉസേ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. വഹ് പ്ലസ് കോ, ഉസ്കോ അല്ലെങ്കിൽ ഉസേ, അങ്ങനെയാണ് വരിക. നമ്മൾ ചിന്തിക്കും സേ വരാനുള്ള സാധ്യതയുണ്ട് അവിടെയെന്ന് അല്ലേ. വഹ് പ്ലസ് സേ ആണോ ഉസേ എന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷേ ഇവിടെ ഓപ്ഷൻസിനകത്ത് സേ വരാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. വഹ് പ്ലസ് സേ ഉസ്സേ എന്ന് വരണം. ഇവിടെ എന്താണ് ഉസേ അല്ലെങ്കിൽ ഉസ്കോ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ സർവനാമത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിക്ക് അനുസാർ അധികാംശ ലോക് കിസ് സ്ഥിതി കെ ഹേ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ദേശത്തിലെ അധികാംശ ജനങ്ങൾ ഏത് സ്ഥിതിയിലുള്ളവരാ? അതും നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് ആൻസർ കിട്ടും അല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. വരി വരുന്നിടത്ത് അതിൻ്റെ ആൻസർ ഉണ്ടാവും. ആ പാരഗ്രാഫ് സൂക്ഷിച്ചൊന്ന് വായിച്ചു നോക്കുക. ആപ്കെ ദേശ് കെ അധികാംശ ലോക് ഗരീബ് ഹേ അല്ലേ പറയുന്നത്. ഗരീബ്, അധികാംശ ലോകം എങ്ങനെയുള്ളവരാ? പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശവാസിയോ സെ പ്യാർ കർണേ വാലോം കോ ക്യാ കർണാ ചാഹിയേ. ദേശവാസികളെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കാണ്. അതും അവിടെ തന്നെ നമുക്ക് പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റും. अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए और सादगी का महत्व समझना चाहिए. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതേപോലെ പാരഗ്രാഫ് തന്നിട്ട് വേറെ ഭാഗം തന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 4ാമത്തെ ക്വസ്റ്റ്യൻ, സാദഗി കാ മഹത്വ വിഷയ പർ ലഘു ലേഖ് ലിഖേ. സാദഗി, എളിമയുടെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചൊരു ചെറിയ ലഘുലേഖനം തയ്യാറാക്കാനാണ് ഹെഡിങ് സാദഗി കാ മഹത്വം എന്നൊക്കെ കൊടുത്തിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഇനി നിങ്ങൾ അത് എഴുതുന്നില്ല എങ്കിൽ തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഗാന്ധിജിക്ക് അനുഭവം और विचारों को समझाते हुए अपने मित्र के नाम पत्र लिखे. ഗാന്ധിജിയുടെ അനുഭവങ്ങളും ചിന്തകളെയും മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരന് ഒരു പത്രം എഴുതാൻ, ലെറ്റർ എഴുതാൻ, നമ്മളോട് നമ്മുടെ കൂട്ടുകാർക്ക് ഒരു കത്ത് എഴുതാനാണ്, കൂട്ടുകാരന് ഒരു കത്ത് എഴുതാനാണ്. ഗാന്ധിജിയുടെ അനുഭവങ്ങളും ചിന്തകളൊക്കെ ഈ പാഠത്തിൽ പഠിച്ചില്ലേ, അതൊക്കെ വെച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദീപ് ജലാവോ കവിത की पंक्तियां पढ़ें और 5 से 8 तक के प्रश्नों के उत्तर लिखिए. ദീപ് ജലാവോ കവിതയുടെ വരികൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആജ് മുക്ത് കർ മൻ കെ ബന്ധൻ കരോ ജ്യോതി കാ ജയ് കാ വന്ദൻ സ്നേഹ് അതുലിതൻ ധന്യ ഹേ യഹുഭുവൻ ബൻകർ സ്നേഹഗീത് ലഹരാവോ. അപ്പോൾ ഈ വരികളെ വെച്ചുകൊണ്ടാണ് 5ാമത്തെ ചോദ്യം. സൻസാർ കേലിയെ കവിതാംശമേ പ്രയുക്ത ശബ്ദ കോൻസാ ഹേ. സംസാർ എന്ന് പറയുന്ന
വാക്കിന് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? നമുക്കറിയാം സംസാർ എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അല്ലേ. അപ്പം നോക്കിക്കേ, ബന്ധൻ, ജ്യോതി, ഭുവൻ, വന്ദൻ. ഏതായിരിക്കും ആൻസർ? മൂന്നാമത്തെ ഓപ്ഷൻ ഭുവൻ ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കവിക്ക് റായ്മേം അതുൽ ധൻ ക്യാ ഹേ? കവിക്ക് റായ്മേം അതുൽ ധൻ ക്യാ ഹേ? കവിയുടെ അഭിപ്രായത്തിൽ അമൂല്യമായ ധനം, അതുല്യമായ ധനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സ്നേഹമാണ് അതുലധൻ എന്ന് പറയുന്നത്. സ്നേഹ അതുലധൻ. ഓക്കെ, അത് ആ വരിയിൽ തന്നെ ഉണ്ട്. ആ വേർഡ് വരുന്ന ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏഹ് ആക്ഷയ് വാലി പങ്ക്തിയാം കവിതാംശസെ ചുൻകർ ലിഖേം. ഒരു ആശയം തന്നിട്ടുണ്ട്, 2 മാർക്കാണ്, സിമ്പിളായി മേടിക്കാവുന്നതാണ്. ഈ ആശയം വായിച്ചു നോക്കിയിട്ട് ഇത് പറയുന്ന വരി ഏതെന്ന് അവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടുന്നതാണ്. നോക്കിക്കേ, മൻ കെ ബന്ധനോ സെ ആജ് മുക്തി പായേം ഔർ ജീത് കെ പ്രകാശ് കാ നമൻ കരേം. അപ്പം ഏതാണ്? ആദ്യത്തെ 2 വരിയാണ് അതിൻ്റെ ആൻസർ. ആജ് മുക്തി കർ മൻ കെ ബന്ധൻ എഴുതുക, കരോ ജ്യോതി കാ ജയ് കാ വന്ദൻ. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്ന പരീക്ഷയിലും ഉണ്ടാകും. ഏതെങ്കിലും വരികൾ തന്നിട്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ അതാണെന്ന് മനസ്സിലാക്കുക. ആശയം തന്നിട്ട് വരി അവിടുന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. നോക്കി അതുപോലെ അങ്ങ് എഴുതിയാൽ മതിയല്ലോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കവി അവർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം. 4 മാർക്കാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. എന്താണ്? നമ്മൾ ഈ കവി ആരാണെന്നും കവിതയെക്കുറിച്ചും സൂചിപ്പിക്കണം. ഹിന്ദിക്ക് പ്രസിദ്ധ കവി ശ്രീ ആരാണോ കവി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ട് ഈ വരികളിലൂടെ എന്ത് പറയുന്നു എന്ന് ആശയമാക്കി മാറ്റുക. ഓക്കെ, അടുത്ത സൂചന, നംഗേ പൈർ കഹാനി കാ യഹ് അംശ് പഠേ 9 से 12 तक के प्रश्नों के उत्तर लिखे. നംഗേ പൈർ എന്ന കഥ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗം വായിച്ച് 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पोस्टमैन ने बेबी के पैरों की ओर देखा और देर तक मौन रहा. इस लड़की को भगवान ने पैर क्यों नहीं दिए? ऐसा शायद उसे लगा होगा. वह कुछ बोला नहीं, पर उसकी आंखों से कुछ यही भाव झलका. उसने बहुत ही कोमल तथा दबी आवाज में कहा, लगने दो बहन. पोस्टमैन का काम जिस तिसके डाक को जिस तिसके हाथ में सौंपने का है, हाथे में फेंकने का नहीं. ഇവിടെ പോസ്റ്റ്മാൻ ബേബിയോട് പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദബി ആവാസ് ഇസ്മേ വിശേഷൺ ശബ്ദ കോൺസാ ഹേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. വിശേഷണ ശബ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാക്ക് തന്നിട്ടുണ്ടാവും, അതിൽ ആദ്യത്തെ വാക്ക് ഉത്തരമായിരിക്കും കേട്ടോ, 1 മാർക്ക്. അപ്പം ദബി ആവാസിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ദബി എന്ന വാക്കാണ്. അപ്പം എക്സാമ്പിളായിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. നയേ പോസ്റ്റ്മാൻ. നയേ പോസ്റ്റ്മാനിൽ ഏതാണ് വിശേഷണ ശബ്ദ? പോസ്റ്റ്മാനെ എങ്ങനെ വിശേഷിപ്പിച്ചു? നയേ. ആദ്യത്തെ വാക്കായ നയയാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉറപ്പായാലും ഉണ്ടാകും. അടുത്തത്, ബേബി കെ ബദലെ പോസ്റ്റ്മാൻ കാ പ്രയോഗ കർക്കെ വാക്യ കി പൂർത്തി കരേം. 10ാമത്തെ ക്വസ്റ്റ്യൻ, 1 മാർക്ക്. അവിടെ ഒരു സെൻറ്റൻസ് ആദ്യം തന്നു, ബേബി ആനേ ലഗി. അപ്പോൾ ലഘു സഹായക ക്രിയയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ലഘു സഹായക ക്രിയയുടെ സിമ്പിളായി കണ്ടുപിടിക്കാനുള്ള ഗ്രാമർ ക്ലാസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ബേബി ആനേ ലഗി എന്നാണ്. ബേബിക്ക് പകരം നമ്മൾ പോസ്റ്റ്മാനെ ചേർത്തു. പോസ്റ്റ്മാൻ ആനേ ലഗ, അതാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ അത് ഡീറ്റെയിൽ വീഡിയോ അവിടെ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യ പിരമിഡിക്ക് പൂർത്തി കരേം. വാക്യ പിരമിഡ്, ഇതും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായാലും ഉണ്ടാകും. വാക്യ പിരമിഡ് പൂർത്തീകരിക്കാൻ പറയുമ്പോൾ 2 സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും. അതുപോലെ 2 ഓപ്ഷൻസ്, 2 ബ്രാക്കറ്റിൽ 2 വാക്കുകളും തന്നിട്ടുണ്ടാകും. അപ്പോൾ ഓരോ വാക്ക് ചേർത്ത് വലിയ വലിയ സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം, ബേബി ദേക്കിനെ ലഗി അവിടെ ഉണ്ട്, ബേബി ബാഹർ ദേക്കിനെ ലഗി എന്നാക്കി. ഇനി 3ാമത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ആ 2ാമത്തെ വാക്കിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ആദ്യം കമരേക്കെ ബാഹർ ദേക്കിനെ ലഗി എന്നാക്കി. അപ്പോൾ ബേബി നോക്കാൻ തുടങ്ങി, ബേബി പുറത്തേക്ക് നോക്കാൻ തുടങ്ങി, ബേബി മുറിയുടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. അപ്പം അടുത്ത 4ാമത്തെ വരിയിലേക്കോ, ബേബി പ്രതീക്ഷാക്കെ സാത്ത് കമരേക്കെ ബാഹർ ദേക്കിനെ ലഗി. ബേബി പ്രതീക്ഷയോടെ റൂമിന് പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ വരണം കേട്ടോ. അപ്പം ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 12, പ്രസ്തുത പ്രസംഗ പർ ബേബി और പോസ്റ്റ്മാൻ കെ ബീച്ച് ബാത്ചീത്ത് ലിഖേ. തന്നിരിക്കുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി ബേബിയുടെയും പോസ്റ്റ്മാൻ്റെയും കോൺവെർസേഷൻ തയ്യാറാക്കുക, സംഭാഷണം എഴുതുക എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾ എഴുതുന്നതെങ്കിൽ അഥവാ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഉപരിയുക്ത പ്രസംഗയ്ക്ക് ആധാർ പർ പോസ്റ്റ്മാൻ की ഡയറി ലിഖേ. അല്ല, ബേബിയെ കണ്ട അന്ന് ആ പോസ്റ്റ്മാൻ്റെ ഡയറി എഴുതുക. ഏതാണെങ്കിലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സൂചന,
तूफानों की ओर घुमा दो नाविक कविता की पंक्तियां पढ़े और 13 से 15 तक की പ്രശ്നവും ഉത്തർ ലിഖെ. 13 മുതൽ 15 വരെയുള്ള ചോദ്യത്തിന് ഈ തന്നിരിക്കുന്ന കവിതാവരികളിൽ നിന്ന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. यह असीम निज सीमा जाने सागर भी तो यह पहचाने मिट्टी के पुतले मानविने कभी न मानी हार तूफानों की ओर घुमा दो नाविक निज पदवार. വരികൾ തന്നു. 13ാം ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റേതാണ്. 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് കറക്റ്റ് എടുത്ത് എഴുതുക. സാഗർ കി കോൺസി വിശേഷത ബതായി ഗയി ഹെ. കടലിൻ്റെ എന്ത് വിശേഷതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അനിശ്ചിത് എന്നാണോ, അസീം എന്നാണോ, ലഘു എന്നാണോ, നിശ്ചിത് എന്നാണോ? നമുക്കറിയാം, അവിടെ തന്നെ ഉണ്ടല്ലേ, ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. അസീം, അതിരുകളില്ലാത്ത പാരാവാരമാണ് കടൽ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 14 കിസിനെ കബി പരാജയ് സ്വീകാർ നഹീ കിയാ ഹെ. ആരാണ് ഒരിക്കലും പരാജയത്തെ സ്വീകരിക്കാൻ തയ്യാറാവാത്തത്? നമുക്കറിയാം, അവിടെ 3ാമത്തെ വരിയിലുണ്ട് മിട്ടി കെ പുത്തലെ മാനവ്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് വരികളിൽ നോക്കി തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. 15 ഏ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖെ. ഇവിടെ ഒരു ആശയം തന്നിട്ടുണ്ട്, 2 മാർക്കാണ്. അപ്പോൾ 2 വരി ഇതിൻ്റെ ഉത്തരം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഈ ആശയമുള്ള വരി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന വാക്കുകളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ എന്താണ് ആശയം തന്നിരിക്കുന്നത്? സീമാഹീൻ സമുദ്രക്കോ ബി അപ്നി ശക്തി ഔർ ദുർബലതാക്കോ പഹചാൻ നാഹി. അതിരുകളില്ലാത്ത സമുദ്രത്തിന് പോലും തൻ്റെ ശക്തിയെയും ദൗർബല്യത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന. അപ്പം നമുക്ക് നോക്കിയാൽ പഹജാൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ വരുന്ന ഭാഗം നോക്കിയേ, 2ാം വരിയിൽ കണ്ടില്ലേ? അപ്പോൾ 1ഉം 2ഉം വരി എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 2ാമത്തെ മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. ഇതേ മോഡലിൽ കവിതാ വരിയുടെ ഏതെങ്കിലും വരികൾ തന്നിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.